നമസ്കാരം. ആദ്യം നമുക്ക് ഒരു മൊബൈൽ ഫോൺ സംഭാഷണം കേൾക്കാം. ആര് വിളിച്ചു എന്ന് എനിക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ആരാ ചോദിച്ചത് സാറിനടുത്ത്? അവിടെ നിന്ന ആൾക്കാർ ഇന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ സാറ് നമ്പർ കൊടുക്കാം അല്ലേ? കൊടുക്കാം. അപ്പൊ ഏത് ആളാണെന്ന് അറിയാമോ? എന്തോ അപ്പൊ ഏത് ആള് എന്ത് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അത് കൊടുക്കാനുള്ള അധികാരം സാറിനുണ്ടല്ലേ? കംപ്ലൈന്റ് പറഞ്ഞ ആക്കേ ഇത് ഈ നേരിട്ട് വന്ന് മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കല്ലേ? ഞാനിപ്പോ നേരിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുവാ. ഞാനിപ്പോ പ്രസന്റ് ആയിട്ട് വരുവാ അങ്ങോട്ട്. നമ്മളിപ്പോൾ കേട്ടത് മറയൂർ വില്ലേജ് ഓഫീസറും മറയൂർ നാച്ചുവേൽ സ്വദേശിയായ കൃഷ്ണകുമാറും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് കൃഷ്ണകുമാർ നൽകുന്ന വിവരം ഇങ്ങനെ. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ നാച്ചിൽ മറയൂർ പഞ്ചായത്ത് നാച്ചിൽ കരയിലൊന്നും താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ പണി മേസ്ത്രി പണിയാണ്. അപ്പം ഞാൻ ജോലിയും കഴിഞ്ഞ് ഇന്നലെ വീട്ടിൽ വരാൻ നേരത്ത് മണലിൻ്റെ ഒരു സംഘം നടക്കുമായിരുന്നു. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് ചുമ്മാ ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങൾ പോലീസ് പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, അതിന് നിനക്ക് എന്താ ചെയ്യാൻ പറ്റും, അത് നീ സ്റ്റേഷനിൽ പോയാലും അവർ ഞങ്ങളുടെ കാശ് മേടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ വില്ലേജ് ഓഫീസിൽ ഫോൺ വിളിച്ച് പറഞ്ഞു. വില്ലേജ് ഓഫീസർ നേരെ താഴെ സാറിൻ്റെ സൈറ്റിൽ പോയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഡ്യൂട്ടി അതാണ്, സാറ് പോയി നോക്കിക്കോ, അവിടെ തെളിവുണ്ട്, മണലുണ്ട്, വെള്ളം ഇതൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഉണ്ട്, സാറ് പിടിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയോടെ എനിക്ക് അതിൻ്റെ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഒരു ഉദ്യോഗസ്ഥരല്ലേ, സാറിനെ പിടിക്കണ്ടേ, ഒരു റവന്യൂ വകുപ്പല്ലേ പുള്ളി, അപ്പോൾ നിങ്ങളെ പോയി നോക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നെ എനിക്ക് പറ്റില്ല, എനിക്ക് അതിൻ്റെ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് ഈ മണൽ മാഫിയയുടെ കയ്യിൽ തന്നെ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ പേരും കൊടുത്തിട്ട് പുള്ളി പോയി. എന്നിട്ട് മറയിൽ വന്നിട്ടും സാറിനെ ഞാൻ തിരിച്ച് വിളിക്കുക, സാർ എന്നാ സാറേ പരിപാടി കാണിച്ചതെന്ന് വെച്ചപ്പോൾ നാട്ടുകാർ നമ്പർ വെച്ച് അങ്ങനെ തരുള്ളൂ, നിനക്ക് പരാതി കൊടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞു. അത് ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ മാഫിയക്കാർ മൊത്തം എന്നെ വിളിയോട് വിളി, നീ ആണെങ്കിൽ വീട്ടിൽ വാടാ, എൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ നിൽക്കണേ എന്ന് പറഞ്ഞ് ഭയങ്കര തെറി. ഒരു 3 പേരും കൂടി 3 പേര് തെരുവ്, ബാക്കി അവരുടെ സംഘം മൊത്തം അവിടെ ഉണ്ട്. ലാസ്റ്റ് ഞാൻ സ്റ്റേഷനിൽ വിളിച്ചപ്പോഴത്തേക്കും പോലീസുകാർ വന്നു, പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോലീസിൽ പോയിട്ട് കാര്യമില്ലാന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ 112 വിളിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഒരു നിർദ്ദേശപ്രകാരമാണ് ഒരു 3 പ്രാവശ്യം പോലീസ് വന്നിട്ട് രാവിലെ ഒന്ന് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെ മാറ്റിവിട്ട് അവർ പോയി. ഇപ്പം എനിക്ക് കിടക്കപ്പുറത്തില്ല. എനിക്ക് വീട്ടിൽ പോലെ എനിക്ക് 2 കൊച്ചുങ്ങളുള്ളൂ. എൻ്റെ കൊച്ചും ഭാര്യ ഞാൻ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു രഹസ്യ വിവരം കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇനി കൊടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ മൊബൈൽ ഫോൺ സംഭാഷണത്തെ കുറിച്ച് മറയൂർ വില്ലേജ് ഓഫീസറുടെ പ്രതികരണം തേടിയിരുന്നു. കൃഷ്ണകുമാർ മൊബൈലിൽ വിളിച്ചതിനനുസരിച്ച് താൻ രാത്രി നാച്ചുവേൽ ഭാഗത്തെത്തി. ഇവിടെ എത്തിയ ശേഷം കൃഷ്ണകുമാറിനെ വിളിച്ചു. ഈ സമയം ഇയാൾ മറയൂരിലാണെന്ന് അറിയിച്ചു. പിന്നാലെ സ്ഥലത്തെത്താനുള്ള കാരണം തിരക്കി നാട്ടുകാർ എത്തി. ഈ സമയം കൃഷ്ണകുമാറിന്റെ മൊബൈൽ നമ്പർ ഇവരിൽ ഒരാളെ കാണിച്ചു. ഇയാൾ വിളിച്ചിട്ടാണ് എത്തിയതെന്നും അറിയിച്ചു. ഇക്കാര്യത്തിൽ കൃഷ്ണകുമാറിനെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒന്നും ചെയ്തിട്ടില്ല, വില്ലേജ് ഓഫീസർ വിശദമാക്കി. സംഭവത്തിൽ പിന്നീടുണ്ടായ വഴിത്തിരിവ് ഭീതിപ്പെടുത്തുന്നതാണ്. വിവരം നൽകിയത് താനാണെന്ന് വില്ലേജ് ഓഫീസറിൽ നിന്നും അറിഞ്ഞ മണൽവാരൽ സംഘത്തിൽ ഉൾപ്പെട്ട ചിലർ തന്നെ മൊബൈൽ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും ജീവന ഭീഷണിയുണ്ടെന്നും രാവിലെ കൃഷ്ണകുമാർ മറയൂർ വിഷ്ണു നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിയോടടുത്ത് നാച്ചുവയലിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ കൃഷ്ണകുമാറിന് പരിക്കേറ്റതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റ ഇയാൾ കോവിൽക്കടവ് സഹായഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ മണൽവാരൽ സംബന്ധിച്ച പരാതിയാണെന്നാണ് കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ഇക്കാര്യം തന്റെ എതിരാളികൾക്ക് ചോർത്തി നൽകിയെന്നും ഇതാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ മൂലകാരണമെന്നും നിലവിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.